ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. എന്തൊരാനന്ദം അമ്മവേയും ആരാധിക്കുന്നു. അമ്മവേയും ആരാധിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. ജോലി, വീട്, വിവാഹം, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, അങ്ങനെ തടസ്സങ്ങളെ ബന്ധിക്കുന്ന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവർ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം വയ്ക്കണമേ. ഓരോ രോഗികളുടെ മേലും അങ്ങനെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കണമേ. തൊണ്ടയിലെ രോഗികള്, ടോൺസൈറ്റ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ഉദര രോഗികള്, അൾസർ രോഗികള്, രോഗമുള്ളവര്, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവര് കർത്താവിന്റെ രക്തത്താൽ നനക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയെങ്കിലും ആ അവർ വിചാരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം എത്തിപ്പെടാത്തവർ ഒക്കെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ സ്ഥിരഗണത്തിൻ്റെ അടയാളമാകാൻ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ഓരോരുത്തരും ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഉടമ്പടി ജീവിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളും, ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിലും ഉടമ്പടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളവരുടെ കാര്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ സ്പർശിക്കുന്ന കർത്താവേ, മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്,
കടകമ്പോൾ നടത്തി പരാജയപ്പെട്ടവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, ഒരു തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി വേദനിക്കുന്നവർ, ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കരഞ്ഞ് പരിശ്രമിക്കുന്നവർ, വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ വീട് വാങ്ങി വയ്ക്കാനോ വീട് ലഭിക്കാനോ വേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണ കർത്താവേ, അങ്ങയുടെ അങ്ങയുടെ കരുണ കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ്, അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവ് ഈ കൃപാസനം നടന്നിട്ടുള്ള മുഴുവൻ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയോടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ. എല്ലാവരും മുട്ടേനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആരാധന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ. സമാപനാശീർവാദം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താറിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ ആവേ
ആദ്യമായിട്ട് കൃപാസന അൾത്താരയിൽ ഈ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബിടെക് കഴിഞ്ഞത് 2012 അതിനുശേഷം ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നുപോലും വിജയിക്കാനായിട്ടില്ല. പല എക്സാമുകളുടെയും പിന്നീട് വന്ന പ്രിലിംസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ മെയിൻസിനൊന്നും എനിക്ക് വേണ്ട രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ അത് ക്ലിയർ ആക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ജോലിയില്ലാത്ത വിഷമം എന്നെ 2012-13 സമയം തൊട്ടേ എന്നെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവരെയും വെച്ചിട്ട് എനിക്ക് പഠിക്കാനും നല്ല പ്രയാസമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പം എനിക്ക് എക്സാമുകളൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിൽ എക്സാമിന് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി വേണം എന്നുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ജോലി ലഭിക്കുന്നത് എനിക്കൊരു ആഗ്രഹമായിട്ട് അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ. പക്ഷേ ഒരുപാട് മാർക്ക് വേണം അവിടെ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതിന്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് അന്നേ എനിക്ക് അറിയായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. പലപ്പോഴും പല എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ സർക്കാർ ജോലിക്കാണ് കൂടുതലും പഠിച്ചിരുന്നത്. അങ്ങനെ പല എക്സാമുകളും കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഒരുപാട് ഡിപ്രഷനിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മക്കളെയും കൊണ്ട് ഇനി എനിക്കൊരു ജോലി ലഭിക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിലിരുന്നൊക്കെയുള്ള ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓരോ തവണയും മറ്റ് ബിസിനസ്സിൽ എന്തെങ്കിലും ഏർപ്പെടാനായിട്ട് നിർബന്ധിച്ചിരുന്നു. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറത്താരെയും അറിയിക്കാൻ പറ്റാതെ ഞങ്ങൾ തന്നെ അത് കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു തവണയും കൂടെ ഞാൻ എക്സാം എഴുതട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കൽ 2022 മൊബൈലിൽ ഇങ്ങനെ ഞാൻ എന്തോ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൃപാസനത്തിൻ്റെ ഈ വീഡിയോയും സാക്ഷ്യവും ഞാൻ കാണാനിടയായത്. അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നും അതുപോലെ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ടാവും, എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പലർക്കും സാധിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് യൂട്യൂബ് വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനിത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എനിക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് പാലിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് വയനാടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ താമസിച്ചിരുന്നത് ഫാമിലി ആയിട്ട്. അപ്പോൾ അവധി സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. എനിക്ക് അവധി സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ബിടെക് വരെ പഠിച്ചിട്ട് ഡിപ്ലോമ, ബിടെക്, പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ സ്കൂളായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് ഇത്രത്തോളം എത്തിയിട്ടും ഒരു ജോലി ഇതുവരെ ആയിട്ടില്ലല്ലോ, PSC പ്രിപ്പയർ ചെയ്തു അതിനും ഒന്നും ശരിയായിട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് കുറ്റബോധം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഇനിയിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എനിക്ക് എന്തായാലും അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരിട്ട് വന്ന് തന്നെ ഉടമ്പടി എടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ചെറിയ മോനെയും കൊണ്ട് ഇളയ ആളിനെയും കൊണ്ട് അന്ന് കൈക്കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു 2022 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ 1-2 ചേച്ചിമാരൊക്കെ ആയിരുന്നു എൻ്റെ ബാഗും മറ്റ് സാധനങ്ങളും ഒക്കെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പിടിച്ചിരുന്നത്. ഞാൻ അവിടെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് ഭയങ്കര പാടുപെട്ട് ഞാൻ നിന്നിട്ടാണ് അവനെയും കൊണ്ട് ഞാൻ ആ കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത്. അന്ന് തൊട്ടേ ഞാൻ ഉടമ്പടിയിലെടുത്തു. 2022 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പുതുക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഇവിടെ വന്നു പോകാനും ഉടമ്പടി പുതുക്കാനായിട്ടും ഞാൻ ശ്രമിച്ചിരുന്നു. പത്രങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്തായിട്ട് കൊണ്ടു കൊടുത്തു.
പല സ്ഥലത്തു നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്തായാലും ഇതിൽ തന്നെ തുടരാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് മാതാവിനെയും തിരുകുമാരനെയും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മാതാവിൻ്റെ ആ ഒരു വാത്സല്യമൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം, പ്രാർത്ഥനകളും മറ്റ് ജപമാല പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങളുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയായിരുന്നു. ബൈബിള് ഞാൻ റീഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. പലരും ഫ്രണ്ട്സൊക്കെ വായിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഉടമ്പടിയിൽ അങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്ത് പണ്ട് ഞാൻ മനസ്സിൽ ഓർത്ത അതേ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരു കോൺട്രാക്റ്റ് ബേസിസിൽ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ബയോഡേറ്റ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എക്സാം അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ റിട്ടൺ എക്സാമിനും ഇൻ്റർവ്യൂവിനുമായിട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അവർ റിട്ടണും ഇൻ്റർവ്യൂവും നടത്തി തന്നെ എടുക്കത്തോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ വയനാട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ വഴി റിട്ടൺ എക്സാം ഉണ്ട്, അന്നേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എനിക്ക് മെയിൽ വഴി സാർ എന്നെ അറിയിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ ആ റിട്ടൺ എക്സാം പോയത്. കാരണം നല്ല ടഫായിരുന്നു. കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ശരിക്കും ഒരു പെർമനൻറ്റ് ജോബിൻ്റെ അതേ ടഫോട് കൂടിയായിരുന്നു എനിക്ക് ആ എക്സാം. ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും അമ്മയുടെ കാശുരൂപവും ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ വയനാട് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാണ് ആ എക്സാമിന് വന്നത്. എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും പനിയും ശരീരവേദനയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടിയെങ്കിലും ഞാൻ മാതാവ് എനിക്ക് തരും, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ എക്സാം വന്ന് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് നല്ല ടഫായതുകൊണ്ട് ദൈവമേ ഞാൻ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടി വരുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷം തന്നെ ആ 10 പേര് എക്സാം, ഞാൻ ഉൾപ്പെടെ 10 പേര് എക്സാം എഴുതിയതിൽ 5 പേരെ സാറ് വിളിച്ചു. അതിൽ ആദ്യത്തെ കോൾ എനിക്കായിരുന്നു. നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ആയി, ഇനി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു, 1 മണിക്കൂറിനകം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അത്രയും പാടായിട്ട് ഒരു എക്സാമും ഇതുവരെ എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡ്. ഞാൻ 2012 കോഴ്സ് കഴിഞ്ഞിട്ട് ഈ 12 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും പറ്റുന്നില്ലെങ്കിലും ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ 10 പേരിൽ 5 പേര്, ഞാൻ ഉൾപ്പെടെ 5 പേര് ഷോർട്ട് ലിസ്റ്റായി. അതിൽ അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഈ 5 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഒരാളെ അന്ന് തന്നെ എടുത്തിരുന്നു. എങ്കിലും ആ ഒരാളെ എടുത്തതിൽ ഞാനില്ല എന്നുള്ളതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഫീൽ ചെയ്തില്ല. കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്നുള്ള, എന്നെങ്കിലായാലും എനിക്കത് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. പക്ഷെ ജോലിയുടെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കൊന്നും ആയില്ല. അവിടെ പ്രത്യേകിച്ച് വേക്കൻസി ഒന്നും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേക്കൻസി ഇനി 5 വേക്കൻസിയിൽ 4 വേക്കൻസി ഉണ്ടെങ്കിലേ എനിക്കും കൂടെ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ലിസ്റ്റിൽ എത്രാമതാണെന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് മാസങ്ങൾ കടന്നുപോയി. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങനെ ഈ ഒക്ടോബറിൽ സ്ഥാപനത്തിലേക്ക്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. തൊട്ട് തലേ ദിവസമായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് ഞാൻ വയനാട് തന്നെയായിരുന്നു. ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനെയും വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ ബസ്സിൽ കയറിയിട്ട് ഞാനിവിടെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂ ക്ലിയറായിട്ട് ഞാൻ ഒക്ടോബർ 13 ആ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് നല്ലൊരു ജോലി തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ആ ജോലി ലഭിച്ചെങ്കിലും എനിക്ക് ആ ജോലിക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും ഞാൻ അത്രത്തോളം
മാതാവിനെ വിളിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി ആ ടെക്നിക്കൽ ഫീൽഡിൽ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ പോയി വന്നു. ഞാൻ 2 വീലറിലും ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് ഞാൻ ആ ജോലിക്ക് എത്തിയിരുന്നതും തിരിച്ചു പോയിരുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ആ കോൺട്രാക്റ്റ് ബേസിസിലുള്ള എക്സാമിന് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിട്ടേൺ എക്സാം ഇൻ്റർവ്യൂവും കഴിഞ്ഞതിലെ 2ാമത്തെ വേക്കൻസി വന്ന് എന്നെയാണ് വിളിച്ചത്. അപ്പം ആ ജോലിയിലേക്ക് ഞാൻ നാളെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 12 വർഷത്തിന് ശേഷം ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഒരിക്കലും എനിക്ക് ആ ജോലി ലഭിക്കുന്നതല്ലായിരുന്നു. ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ച് തൈലവും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിൻ്റെയും അമ്മയുടെ കാശുരൂപത്തിൻ്റെയും ബലത്തിൽ ഞാൻ നാളത്തെ ആ ഒരു ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് മാതാവിൻ്റെ അടുത്തും തിരുകുമാരൻ്റെ അടുത്തും നന്ദി പറയാനും ഈ സാക്ഷ്യം പറയാനുമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവൃത്തികളായിട്ടും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഞാൻ വേലകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും അത്യാവശ്യം ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. അത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. ബൈബിൾ റീഡിങ് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, അതെനിക്ക് സാധിച്ചു. എനിക്കൊരു ബൈബിള് എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു വായിക്കാനായിട്ട്. അതുപോലെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പല വചനങ്ങളും എനിക്കറിയായിരുന്നു. ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതും പിന്നെ ആയിട്ടുള്ള വചനം ഉണ്ടായിരുന്നു. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുക എന്നുള്ള വചനം ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ നമ്മുടെ ഡെയിലി ബ്രെഡ് പ്രെയർ ഞാൻ മുടക്കാതെ തന്നെ ചൊല്ലുമായിരുന്നു. മോൾ ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമായിരിക്കും, എൻ്റെ മക്കൾ ഉറങ്ങിക്കിടക്കുമായിരിക്കും, എങ്കിലും ഞാൻ ആ തൈലം തൊട്ട് അവർക്കും കുരിശ് വരച്ച് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ ലഭിച്ചതിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ യേശുനാഥൻ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് ഷീന അഗസ്റ്റിൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ഉടമ്പടിയിലൂടെ ദൈവസ്നേഹത്തിൽ ഒത്തിരി വളരുവാനും ആഴപ്പെടുവാനും എനിക്ക് പ്രത്യേകമായി സാധിച്ചു. ആത്മീയമായി ഒത്തിരി വളരുവാനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനുള്ള കൃപ ഈശോയിലൂടെ എനിക്ക് അമ്മ മാതാവ് നേടിത്തന്നു. എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ രോഗസൗഖ്യം എനിക്ക് 2014 മുതൽ എനിക്ക് അതിശക്തമായ ഡിസ്ക് ബൾജിൻ്റെ വേദന, അതായത് എൻ്റെ വലത് കാലിന് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് പണിയെടുക്കുമ്പോൾ അടുക്കളയിലൊക്കെ നിന്ന് കുക്ക് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരു കാലിൽ നിന്ന് ഒരു കാലും മടക്കി പിടിച്ചൊക്കെ നിന്ന് ഞാൻ ജോലിയെടുക്കുമായിരുന്നു. ആ വേദനയുടെ ശക്തമായ വേദന കാരണം എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വരികയും ഞാൻ രാത്രി കിടക്കുമ്പോൾ കാല് ജനലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കിടക്കും. അപ്പം കാലിങ്ങനെ പൊക്കി കിടക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്ന പോലെ തോന്നും. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അതിലെ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റും ആയുർവേദവും ഹോമിയോയും ഫിസിയോതെറാപ്പിയും എല്ലാം ഞാൻ പരീക്ഷിച്ചതാണ്. ഇതിൽ നിന്നൊന്നും എനിക്കൊരു പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ 2023 വെച്ച ഉടമ്പടി നിയോഗത്തിൽ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ വേദനയൊന്ന് മാറ്റിത്തരണമേ എന്ന്. 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. എനിക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സുഖം കിട്ടിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഞാൻ ജനിച്ച കാലം തൊട്ടുള്ളതാണെന്നാണ് എൻ്റെ അമ്മച്ചി പറയുന്നത്. 40 വർഷമായിട്ട് ഓൾമോസ്റ്റ് 40 വർഷമായിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകാറുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ അരമണിക്കൂർ കൂടുതൽ യാത്ര ചെയ്യത്തിൽ അപ്പം തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പം ഞാൻ അവോമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ ഛർദിയുടെ നിയോഗം ഞാൻ ആക്ച്വലി വെച്ചിരുന്നതല്ല. എനിക്കൊരു ബോണസ് പോലെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എനിക്ക് തന്ന ഒരു വലിയൊരു സൗഖ്യമാണ്.
എനിക്കിപ്പം എവിടെ വേണേലും യാത്ര ചെയ്യാം. എൻ്റെ ഛർദിയുടെ രോഗം മാറ്റിത്തന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. അടുത്തതായിട്ട് 2018 പ്രളയമുണ്ടായ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു ചെറിയൊരു പുഴയുണ്ടായിരുന്നു. ആ പുഴയെ ബന്ധിച്ച് 2 പാലവും 3 ചെക്ക് ഡാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോഴേക്കും ഈ ചെക്ക് ഡാമിലോട്ടും ഈ പാലത്തിലോട്ട് ചെറിയ പാലവും ഒരു വലിയ പാലവും, അപ്പോൾ ഇതിലോട്ട് ഈ പുഴയിൽ വേസ്റ്റ് എല്ലാം വന്ന് അടിഞ്ഞിട്ട് ഈ പുഴയിൽ വെള്ളം അങ്ങ് പൊങ്ങിക്കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ പറമ്പിലും എല്ലാം ഞങ്ങൾക്ക് മാത്രമല്ല ഒത്തിരി നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഈ ചെക്ക് ഡാം ഒരെണ്ണമെങ്കിലും പൊളിച്ച് കളഞ്ഞാൽ ഇച്ചിരി സമാധാനം ആകുമല്ലോ എന്ന് കരുതി ആ ചെക്ക് ഡാമം പൊളിക്കുന്നതിനുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനുവേണ്ടി ഒത്തിരി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് 2023 വെച്ചൊരു നിയോഗമായിരുന്നു, അമ്മേ ഈ ചെക്ക് ഡാം ഒന്ന് പൊളിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ പൊങ്ങലിൽ നിന്ന് ഒരു ഇച്ചിരി ആശ്വാസം കിട്ടുമായിരുന്നു, വേസ്റ്റ് അതിലെല്ലാം അടിയാതിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് അന്ന് വെച്ചൊരു നിയോഗമായിരുന്നു. അപ്പം ഈ നിയോഗം വെച്ചിട്ട് അച്ചാച്ചൻ അതിൻ്റെ ഈ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടറെ കാണാനും മന്ത്രിനെയും കളക്ടറിനെയും എല്ലാവരെയും പോയി കാണാനൊക്കെ പോയി. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഒന്നും പുറകെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഇതൊന്നും ആരും ചെയ്തു തരികയില്ല, ഇതൊന്നും എത്ര വർഷമായിട്ടുള്ള പ്രശ്നമായത്. എങ്കിലും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കുർബാനയിൽ നിയോഗം വെച്ച് ചെല്ലിച്ചിട്ട് ഞങ്ങൾ ഈ ഉദ്യമത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി. ഈ കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ചെക്ക് ഡാം പൊളിച്ചു കളയുകയും പുതിയ പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള തീരുമാനം ഉണ്ടാകുകയും ഉണ്ടായി. ഉടനെ തന്നെ ദൈവം അനുഗ്രഹിച്ച പുതിയ പാലം ഗതാഗത യോഗ്യമാക്കുകയും പഴയ പാലം പൊളിച്ചു കളയുകയും ചെയ്യും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ കൂടാതെ കൂടുതൽ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥയുടെ ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1000 നന്ദി. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പേര് സഹായിക്കാറുണ്ട്, രോഗി സന്ദർശനം നടത്താറുണ്ട്. അവർക്ക് വേണ്ട ഏത് ആവശ്യം ആര് സഹായം ചോദിച്ചു വന്നാലും ചോദിച്ചും ചോദിക്കാതെയും അവരെല്ലാം ഞങ്ങൾ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത വേലയായിട്ട് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് പള്ളികളിലും ആശുപത്രികളിലും പെട്രോൾ പമ്പിലും പത്രം എൻ്റെ കയ്യിലുണ്ടായിരിക്കും. എപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മോർണിംഗ് ശുശ്രൂഷയും പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനവും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ സ്റ്റാറ്റസായിട്ടും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും 1000 നന്ദി.